എന്ത് പോയാണ് മക്കളെ പൊളി പൊളി. ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കണം കേട്ടാ. പച്ചമാങ്ങ തിന്നാനൊരു പൂതി. ഇപ്പം നിങ്ങളെന്തായാലും കുറുക്ക് വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. ആ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഊടുവഴി കൂടി നമ്മൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുമല്ലോ. പക്ഷെ ഇതാ പുതിയല്ല. ജഗതി പറഞ്ഞല്ലോ ഇതെൻ്റെ ഗർഭമല്ല, ഇത് അങ്ങനത്തെ ഗർഭമല്ല, അതല്ല, അത് മായ്ച്ചോളാം, ആ ഒരു സംഭവമല്ല കേട്ടോ. പച്ചമാങ്ങനെ കൊണ്ട് ചെറിയൊരു സംഭവമുണ്ട്, ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ട്. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പച്ചമാങ്ങ കറി ഒന്നല്ല കേട്ടോ, പച്ചമാങ്ങനെ കൊണ്ട് ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ആക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമാങ്ങയും പരുതി പോകുന്നത്, അല്ലാണ്ട് മറ്റേതല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പറഞ്ഞ ഗർഭിണികളൊന്നും പച്ചമാങ്ങ പൂതിയൊന്നും ഇല്ല. കാരണം ഇപ്പം മറ്റേ മസാല ദോശ കണ്ടാൽ ഛർദ്ദിക്കുന്ന ഗർഭിണികളാണ്. അൽഫാം, മന്തി, പിന്നെ ബിരിയാണി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ആരും ഈ പച്ചമാങ്ങക്കും മസാല ദോശക്കൊക്കെ പോകുന്നതല്ലേ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഇതട്ടാ, എൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞാണ്. ചിലപ്പോൾ അത് വെറുതെ അല്ല മയച്ചാൽ കേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ പച്ചമാങ്ങ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ കേട്ടോ. ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞേ, എൻ്റെ ബാക്കിൽ എന്താ കാണുന്നത്, അയ്യോ. അപ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ ഒന്ന് വരട്ടെ. നമ്മളിവിടെ അടുത്തൊരു കടയുണ്ട്, അപ്പോൾ നമ്മളമ്മാൻ്റെ കടയില, അതൊന്ന് പോയിട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരട്ടെ. വന്ന വഴി ഞാൻ മറന്നിട്ട്, ഞാനിപ്പോൾ റിട്ടേൺ അടിക്കുകയാണ്. വന്ന വഴി മറന്നതല്ല. ഒരാൾ ദേ വരുന്നു. നിങ്ങളെ അന്വേഷിച്ചിട്ട് നടക്കണേ. മാങ്ങേ നോക്കി കടയിൻ്റെ ഉള്ളിലോട്ട്. വാടിയല്ലേ, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ഇതാ കുഴപ്പമുണ്ടാ? ഇത് മാങ്ങ തന്നെയല്ലേന്ന് ചപ്പ കുറച്ചും കൂടി ഇട്ടോ. മതിയാവല്ലേ. അപ്പോൾ പച്ചമാങ്ങയും ഉള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിച്ച് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാലത്ത് റെസിപ്പി പറഞ്ഞതുകൊണ്ട് ആരും വീഡിയോ ഇട്ടിട്ട് പോരുത് കേട്ടോ. ഇതാണ് വീഡിയോ ആദ്യമൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും ഒരു റെസിപ്പിയാണ്, ഒരു ചിന്ന റെസിപ്പി, ഒരു വെറൈറ്റി നോക്കിയതാണ്. എപ്പോഴും സാധാ ഇതല്ലേ, അപ്പം ഉണ്ട് വെറൈറ്റി ആവുമെന്ന് നോക്കാം. എൻ്റെ മോൻ പോയില്ലേ സ്കൂളിൽ, കാറ്റടിക്കണം. സൈക്കിള് കാറ്റില്ല, അടിച്ചോ, അടിക്കി ഇവിടെ വന്നപ്പോൾ എൻ്റെ മോൻ റിസ്ക് എടുക്കുന്നു. വരുന്നുണ്ടോ? ഒരു കാറ്റടിക്കാൻ അവൻ അറിയണ്ട ഇപ്പയാ. അടി സൈക്കിൾ. അയ്യാ എക്സാം അല്ലേ ഇന്ന്? ഇന്നലെ രാത്രി എക്സാം ആണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ എൻ്റെ മോൻ. ഇന്നലെ രാത്രി എക്സാം ഇന്നാണെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ മോൻ. അങ്ങനെ നമുക്കെല്ലാം പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്സിന് പകരം കെമിസ്ട്രി ഒക്കെ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ. ഒന്ന് ആലോചിച്ചേക്ക്. അതാ പറഞ്ഞ, ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മളെ ചെമ്മീൻ ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. വലകെട്ടൊക്കെ കഴിഞ്ഞ് ഈ ഒരു സാധനം ഫ്രിഡ്ജിൽ നിന്ന് പൊട്ടിക്കിടക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെ വെക്കണ്ടേ? ഓരോരോരോ ഏനക്കേട്. ആദ്യം ചെമ്മീൻ ഇങ്ങോട്ട് എടുക്കാം. ചെമ്മീൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. കാശ്മീരിലെത്തിയ പോലെ ഉണ്ട് ചെമ്മീൻ. ഇത് അന്ന് വലയിട്ടുള്ളപ്പോൾ ഓരോന്നും ഒരു 3-4 ഒക്കെ കിട്ടുന്നത് പറക്കി കൂട്ടി വെച്ചതാണ് കേട്ടോ. ഞാൻ ഈ ഒരു റെസിപ്പി ആക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. കത്തിലിട്ട് വെക്കട്ടെ. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കി പണി. ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാൻ വലിയ പണിയല്ലേ. ഇതിനൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ കൈ കൊണ്ട് തിരുമ്മിക്കഴിഞ്ഞാൽ ശരിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാല് കാണുന്നില്ല. ഷർട്ട് ഇട്ടാ പിന്നെ നിങ്ങൾക്ക് അഹങ്കാരം കൂടുതൽ അറിയാം. അത് പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ്
ടിപ്പ് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. അങ്ങനെ ഇടക്കിടക്ക് വരുന്ന ആ തലനെ ഞാനൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആദ്യം തന്നെ നമുക്കില്ലേ ഇത്തിരി ചൂടുവെള്ളം വേണം കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കൈയൊന്നും ഇങ്ങനെ കുത്തിയായിട്ട് പെട്ടെന്ന് എടുക്കണം. ആ ഒരു ചൂടിന് എടുത്തിട്ട് നല്ല വെട്ടി തിളക്കണ്ടെന്നുള്ളൂ കേട്ടോ. ആ ഒരു ചൂടിന് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് വെക്കാം കേട്ടോ. ഒരു മണിക്കൂറാണ് ഞാൻ പറഞ്ഞത്. 1 മണിക്കൂറിലധികം കിടന്നാലും നമുക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ. കാരണം കുറച്ചധികം സമയം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കിടന്നാലും കുറച്ചധികം കിടന്നാലും നമുക്ക് പെട്ടെന്ന് തെറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തെറ്റി ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയുള്ളി നന്നാക്കി എടുക്കുന്ന ആ ഒരു പണിയില്ല കേട്ടോ. എന്നിട്ടൊരു കുപ്പിയിലാക്കി ഇതുപോലെ ഇങ്ങനെ അടച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊരു ചെറിയ ടിപ്പായിട്ട് അതൊന്ന് ഓർത്ത് വെച്ചോ. ഇനിയിപ്പോൾ നമ്മളെ ചെമ്മീൻ നല്ലോണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പക്കൊട്ടയിലാണ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. വെള്ളം വേണ്ട നമുക്ക് ഇതിനകത്ത്. പിന്നെ നല്ല ഡ്രൈ ആയിട്ടൊരു പാത്രം കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മെയിൻ സാധനം നമ്മളെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതാ മെയിൻ മാങ്ങ, പിന്നെ കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടിച്ചത് ഞാൻ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ എരിവിനും കളറിനും ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല പൊടിയുപ്പ്. അപ്പോൾ ഇത്രയും സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീരകമൊക്കെ വേണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടാം. പക്ഷേ ആ ചൊവ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഇട്ടിട്ടില്ല. പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കലാണ് ജീരകത്തിന്. ഇനി നമുക്കിതിനെ അരച്ചെടുക്കണം കേട്ടോ. സിമ്പിൾ പരിപാടി കേട്ടോ. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് ജാറൊക്കെ നല്ല തുടച്ച് ജാറിൻ്റെ മൂടിയൊക്കെ നല്ലോണം തുടച്ച് ഞാൻ ഡ്രൈ ആക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് അരച്ചെടുക്കണം. അതിനിടയ്ക്ക് ഞാൻ ആ പാത്രത്തിൽ തന്നെ നമ്മളെ ചെമ്മീൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ചെമ്മീൻ നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് പരമാവധി വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം എന്തോ ഇതിന് ഇല്ല. അപ്പോൾ അരഞ്ഞ് നല്ല പേസ്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് എല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് നമുക്ക് പെരക്കി അങ്ങോട്ട് വെക്കാം. പെരക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനങ്ങോട്ട് കൊടുക്കണം കേട്ടോ സമയം. അപ്പോഴാണ് അതങ്ങോട്ട് ശരിയായിട്ട് അങ്ങ് പിടിച്ചിങ്ങ് വരുള്ളൂ. പിന്നെ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അങ്ങോട്ട് അത് തന്നെ. അപ്പോൾ അങ്ങനെയും ചെയ്യുമല്ലോ നമ്മൾ എന്ത് റെസ്റ്റ് ചെയ്യാൻ വിടില്ലല്ലേ. നമുക്കും റെസ്റ്റ് ഇല്ല. അങ്ങനെ ചെമ്മീനും റെസ്റ്റ് ചെയ്യണ്ടെന്ന് അങ്ങനെ ഒരു വൈരാഗ്യം വീട്ടിലുണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക്. ഒന്നും റെസ്റ്റ് ചെയ്യാൻ വിടില്ല. ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ആ വാർത്ത വന്നത്, അമ്മു പ്രസവിച്ച വാർത്ത. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അമ്മുവിൻ്റെ ആ സന്തോഷമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചേട്ടാ. ശരിക്കും ഞാൻ ഈ റെസിപ്പി എടുത്ത് വെച്ചത് അമ്മ പ്രസവിച്ച അന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഞാനത് പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് എടുത്ത് വെച്ചത്. പക്ഷെ നടന്നില്ല. സംഭവം ഇങ്ങനെ നീണ്ട് ഇങ്ങോട്ട് എത്തിപ്പോയി. എന്തായാലും അരമണിക്കൂർ പറഞ്ഞ ചെമ്മീത്തിന് ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചട്ടി എടുത്തിട്ട് വന്നിട്ട് കത്തിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അത് ചൂടാകുമ്പോഴേക്കും ഒരു 2 മിനിറ്റും കൂടി കിട്ടും. അങ്ങനെ നമ്മളെല്ലാം കൂടി ഒരു 1/4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചോട്ടാ. ഞാനിങ്ങനെയൊക്കെയാണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചട്ടിയും വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് തട്ടിയിട്ട് നല്ല പൊരിക്കുന്ന പോലെയാണോ വറുക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. നല്ലൊരു രീതിയിൽ അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കണം. എന്തായാലും ചെമ്മീൻ ഇതിൽ കിടന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് ഇതങ്ങനെ അങ്ങോട്ട് മുരിഞ്ഞ് വെന്ത് ഒക്കെ ആയിട്ട് വരട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ലേശം വെള്ളം പോലെയൊക്കെ വരും കേട്ടോ. വെള്ളം പോലെ വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ക്ഷമ ഒന്നും നശിക്കരുത്. നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. കൈക്ക് അനക്കാണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അനക്കിയും ഇളക്കിയൊക്കെ കൊടുത്തൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ പോവുക. എന്തായാലും പെട്ടെന്നൊരു തണ്ണാക്കിലേക്ക് ഇടാന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. കുറച്ച് സമയം എടുക്കും എന്തായാലും. നമ്മൾ ഒന്ന് അനക്കിയും ഒക്കെ ആയിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ സ്റ്റീമൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ തുറന്നപ്പോൾ അത്ര ഒരു ഭംഗിയില്ല അല്ലേ. എനിക്കും തോന്നി കേട്ടോ അത് ഭംഗിയില്ലാന്ന്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ മനസ്സ് നമ്മൾ ക്ഷമയിൽ തന്നെ ഇത് നിൽക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ അങ്ങ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോൻ ഇങ്ങോട്ട് കയറി വന്ന് എക്സാമും കഴിഞ്ഞിട്ട്. അപ്പോൾ അവൻ വന്ന് വേഗം ചൂടങ്ങോട്ട് വെക്കാൻ പോകുന്നു. അപ്പോൾ അവനങ്ങോട്ട് വായിൽ വെച്ചൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അടിപൊളിയായിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ വിശ്വസിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടി വെച്ച് നോക്കി. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉണ്ടല്ല സംഭവമില്ല, ഒരു 3/4 ഭാഗം ആയിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ.
അപ്പം തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതാ. ഇപ്പം ദാ കണ്ട ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരുന്നതിന് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും ചെമ്മീനാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി തന്നെ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് സമയം എടുത്താലും ഞാൻ അതാണ് വിചാരിച്ചത്, നിങ്ങളും കൂടി ഒന്ന് ആക്കാത്തവരുണ്ടെങ്കിൽ ആക്കി നോക്കിക്കോട്ടോ. അതുപോലെ തന്നെ വെള്ളച്ചെമ്മീനൊക്കെയാണ്, കുറച്ച് വലിയ ചെമ്മീൻ കിട്ടണതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കണ്ട നല്ല കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു മസാല മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ വെറുതെ ഒന്നും ആവില്ല. ലാസ്റ്റ് ഇതാ നമ്മളെ കറിവേപ്പില അങ്ങോട്ട് വെതറി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കളർഫുള്ള് വേറെ തന്നെ കേട്ടോ. ഇത് നമ്മളെ ഫ്രഷ് കറിവേപ്പിലയും കൂടിയാണ്, ഒന്നും നോക്കാനില്ല. അപ്പോൾ എന്തായാലും കടിച്ചാൽ വെച്ച് അങ്ങോട്ട് തിന്നുക. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ല മൊഞ്ചൊക്കെ ആയില്ലേ, കാണാൻ തന്നെ ഒരു പവറായി. ഇത് ഡ്രൈ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കറുത്ത കളറിലായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ടേസ്റ്റ് നോക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ. കാരണം കുറച്ച് ചെമ്മീൻ കുറവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഒരു അട്ടാറായിട്ടാണ്. അതുപോലെ തന്നെ മാങ്ങ ഒരുപാട് അങ്ങോട്ട് ഇടാനൊന്നും, മാങ്ങ എപ്പോഴും ഒരു കൺട്രോളിൽ തന്നെ ഇടാൻ ശ്രമിക്കണം കേട്ടോ. മാങ്ങേൻ്റെ പുളി ഒരുപാട് നമുക്ക് ആവശ്യമില്ല, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ പുളിയാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം. അടിപൊളി അടാർ ഐറ്റം. അമ്പോ കൊതിയോട് കൊതിയാവുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരെണ്ണം എനിക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വായിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എൻ്റെ മോൻ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അമ്മ ഇങ്ങോട്ട് വെക്കാം, എന്തായാലും നീ അവിടെ നിൽക്ക്, നിനക്കും കൂടി ടേസ്റ്റൊക്കെ തരാനായിട്ട് ടേസ്റ്റ് നോക്കാനായിട്ടുള്ളതൊന്നും ഇല്ല, അതിനുള്ള വകയൊന്നും ഇല്ല. അപ്പോൾ ചോറിന് എന്തായാലും തരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ സൈഡിൽ മാറ്റിയാണ് നിർത്തിയൊക്കെയാണ്. എൻ്റെ മോനിങ്ങനെ വായിൽ വെള്ളം ഊരിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ ടൈം ഇപ്പോൾ വീഡിയോ. ഞാൻ എന്തായാലും എൻ്റെ സ്ഥിരം ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, ചട്ടിയിലിട്ട് പുരട്ടല്ലേ, ആ ഒരു പുരട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഉരുള ചോറെടുത്തിട്ട് നിങ്ങളെ കൊതിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി പെരക്കി ചോറും തിന്ന് ഞാൻ തൃപ്തിയായിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാട്ടാ.